അതുപോലെ തന്നെ രേവതി ഡോക്ടറാണ് അതെ. എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്കൊരു ഞെട്ടലായിരുന്നു. അതെന്ന് വെച്ചാല് പൊതുവെ നമ്മൾ റിവ്യൂ പറഞ്ഞൊക്കെ കണ്ടോണ്ടിരിക്കില്ല, ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന ആളല്ല, അതൊരു ഡോക്ടറാണെന്ന് അറിയില്ല. അതെന്തായിരുന്നു സംഭവം? അത് ഞാൻ ആയുർവേദ ഡോക്ടറാണ്. പക്ഷെ നമ്മള് റിവ്യൂ പറയുമ്പോൾ ആ ഒരു പിടുത്തം വെച്ച് പറഞ്ഞാൽ നടക്കത്തില്ല. ഇത് എന്റർടൈൻമെന്റ് പരിപാടിയുടെ റിവ്യൂ ആണ് പറയുന്നത്. നമ്മൾ മരുന്നിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഞാൻ ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ രേവതി, ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇത് അങ്ങനെയല്ല. അപ്പൊ ഇതിനകത്ത് എടാ ഇത് ഇങ്ങനെയാണോ, എന്തൊക്കെയാ നടന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. കാര്യം അങ്ങനെ പറയേണ്ടത്. അപ്പൊ അതാണ് ഞാൻ ആ രീതിയിൽ തന്നെ പോകുന്നത് മുന്നോട്ട്. ഈ പറയുന്ന പോലെ നമ്മള് വീഡിയോസ് കാണുമ്പോ തന്നെ ഹെയർ ഓയിൽ, ഇപ്പൊ തന്നെ ലേറ്റസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്, ഹെയർ ഓയിൽ വേണ്ടവരൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചോ, ബിഗ് ബോസ് തുടങ്ങിയ പേര് കിട്ടില്ല എന്താ പറയുക. അത് ഇതിനൊപ്പം തന്നെ, അതായത് ബിഗ് ബോസ് സീസൺ ഇല്ലാത്ത ടൈമിലാണോ അതിലേക്ക്? ഞാനിപ്പോ ഈ ജനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്ത ഹെയർ ഓയിൽ. അപ്പൊ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത് കേട്ടോ. കാര്യം ബിഗ് ബോസിന്റെ ഇത് അനുബന്ധിച്ചോട് തന്നെ എന്റെ മുടിയെല്ലാം പോയി. കാര്യം ഇതിനകത്ത് ഞാൻ പുറത്തിറങ്ങണില്ലല്ലോ. അപ്പൊ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ്.